ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ബാക്ക്വേർഡ് പാസ് കമ്പ്യൂട്ടേഷൻസ് ചെയ്തിട്ട് ലേറ്റസ്റ്റ് ഇവന്റ് ടൈമുകൾ L1, L2 എക്സെട്ര L10 ഉണ്ടല്ലോ, അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതായത് നമ്മൾ ആദ്യം ലാസ്റ്റ് നിന്ന് തുടങ്ങിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ നമുക്കറിയാം പ്രൊജക്റ്റിൻ്റെ ഡ്യൂറേഷൻ എത്ര പറഞ്ഞത് നമുക്ക് ഇവിടെ കിട്ടിയേണ്ട 22 ദിവസങ്ങളാണ്. അതായത് ലാസ്റ്റ് ഇവൻറ്റിൻ്റെ ടൈമായിട്ട് കിട്ടുന്നതാണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്, പ്രൊജക്റ്റ് ഡ്യൂറേഷൻ. അപ്പോൾ നമുക്ക് ഇവിടെ അറിയാം പ്രൊജക്റ്റ് ഡ്യൂറേഷൻ is equal to 22 days. 22 ഡേയ്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മളിനി ബാക്കോട്ട് പോവുകയാണ്. ബാക്കോട്ട് പോകുമ്പോൾ നമ്മൾ L10 തൊട്ടിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ L10 അതായത് ലേറ്റസ്റ്റ് സ്റ്റാർട്ടിംഗ് ടൈം ഓഫ് ദി 10th ഇവൻ്റ് ആണ്. ദറ്റ് ഈസ് 22. അതായത് ടോട്ടൽ ഡ്യൂറേഷൻ നമുക്ക് 22 ആയതുകൊണ്ട് ഇതെന്ത് തന്നെയാണ് എടുക്കുന്നത്, 22 ആണ്. ഇനി നമ്മൾ ബാക്ക് അടിച്ചിട്ടാണ് പോകുന്നത്. ഇനി നമ്മൾ L9, L8 അതെല്ലാം കാണുമ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഫോർവേഡിൽ നമ്മൾ ചെയ്തത് ഓരോ ഇവൻറ്റ് ടൈമിൻ്റെ കൂടെ ആക്ടിവിറ്റിയുടെ ടൈം ആഡ് ചെയ്തിട്ടാണ് ഓരോ അടുത്തടുത്ത ഇവൻറ്റുകളുടെ ടൈമുകൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അതാണ് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് അത് ഫോർവേഡായിട്ട് വരുമ്പോൾ ഫസ്റ്റ് തൊട്ടിട്ട് ലാസ്റ്റിലേക്ക് വരുമ്പോൾ നമ്മൾ ആഡ് ചെയ്തിട്ടാണ് പോയത്. ഇവിടെ നമ്മൾ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്കാണ് പോകുന്നത്. ബാക്ക്വേർഡ് പാസ് കമ്പ്യൂട്ടേഷൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ലാസ്റ്റ് ഇവൻറ്റിൻ്റെ ടൈമിൽ നിന്ന് ആക്ടിവിറ്റി ടൈം മൈനസ് ചെയ്തിട്ടാണ് നമ്മൾ ഫസ്റ്റിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ L10 22 ആണെങ്കിൽ ഞാനിപ്പോൾ L9 എന്തായിരിക്കും, ഇവിടെ 22ന്ന് ഈ ആക്ടിവിറ്റി ടൈമായിട്ടുള്ള 7 മൈനസ് ചെയ്യണം. അപ്പോൾ 22 മൈനസ് 7 എന്ന് ചെയ്യുമ്പോൾ എനിക്ക് എന്താ കിട്ടുന്നത്, 15 ആണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് L9. അതുമാതിരി ഇവിടുന്ന് അടുത്ത ഇവൻറ്റ് നോക്കാം. L8 എന്തായിരിക്കും നോക്കാം അല്ലേ. അപ്പോൾ L10 is 22. ഈ ആക്ടിവിറ്റിയുടെ ടൈം 5 ആണ്. അപ്പോൾ 22 മൈനസ് 5 ആണ് ചെയ്യുന്നത്. അപ്പോൾ L8 is equal to എന്ത് കിട്ടുന്നു, 17 എന്ന് കിട്ടുന്നു. ദിസ് ഇസ് 17. ഇതാണ് നമ്മളെ L8 എന്ന് പറയുന്നത് അല്ലേ. ഇനി ഞാൻ അടുത്ത ഇവൻറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ L7ലേക്ക് പോയി നോക്കാം. L7ലേക്ക് പോകുമ്പോൾ 8 നിന്നാണ് നമ്മൾ 7ലേക്ക് ബാക്കോട്ട് പോകുന്നത് അല്ലേ. അപ്പോൾ 8ൻ്റെത് 17 ആണ്. ആൻഡ് ഈ ഇവൻറ്റിൻ്റെ ആക്ടിവിറ്റി ടൈം അല്ലെങ്കിൽ ഡ്യൂറേഷൻ 2 ആണ്. അപ്പോൾ 17 മൈനസ് 2 ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ എനിക്കിവിടെ കിട്ടാൻ പോകുന്നത് ദാറ്റ് ഈസ് 15. അതാണ് എൻ്റെ L7. നമ്മളിവിടെ ട്രയാങ്കിൾ വെച്ചിട്ടാണ് എഴുതുന്നത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. ആൻഡ് തിരിച്ച് ഞാൻ ഇവിടേക്ക് പോകുന്നു. 8 നിന്ന് ഞാൻ 6ലേക്ക് പോകുമ്പോൾ എനിക്ക് എന്തായിരിക്കും L6 എന്ന് നോക്കാം. ഇവിടെ L8 17 ആണ്. അതിൻ്റെ ആക്ടിവിറ്റി ടൈം 1 മൈനസ് ചെയ്യുമ്പോൾ ഇവിടെ എന്താ കിട്ടുന്നത്, 16 ആണ് കിട്ടുന്നത്. അപ്പോൾ അതായി. ഇനി നമ്മൾ 7നും 8നും നമ്മൾ ബാക്കോട്ട് പോകുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്ന 5ലേക്കാണ് അല്ലേ. അപ്പോൾ 2 ഇവൻറ്റുകൾ ഇവിടെ അവസാനിക്കുന്നുണ്ട്. അപ്പോൾ 5ൻ്റെ ലേറ്റസ്റ്റ് സ്റ്റാർട്ടിംഗ് ടൈം നമ്മൾ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ 2 പേരുടെ ഇവിടെ അവസാനിക്കുന്ന 2 പേരുടെ മിനിമം ടൈമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ 7ന് ബാക്കോട്ട് വരികയാണെങ്കിൽ എന്തായിരിക്കും ടൈം, 7ൻ്റെ ലേറ്റസ്റ്റ് ടൈം 15 ആണ്. അതിൽ 8 മൈനസ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ടൈം എന്തായിരിക്കും, 7 ആണ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് 6ന്ന് ഞാൻ ബാക്കോട്ട് അടിക്കുമ്പോൾ 6ൻ്റെ ടൈം L6 എന്ന് പറയുന്നത് എത്രയാണ്, 16 ആണ്. 16ന്ന് ഞാൻ 4 മൈനസ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് കിട്ടുന്നത് 12 ആണ്. അപ്പോൾ ബാക്കിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇവർ രണ്ടുപേരുടെയും മിനിമം ആണ് നോക്കുന്നത്. അപ്പോൾ മിനിമം എത്രയാണ്, 7 ആണ്. അപ്പോൾ 7 ആണ് ഞാൻ എന്തായിട്ട് കൊടുക്കുന്നത്, 5ൻ്റെ ലേറ്റസ്റ്റ് ഇവൻറ്റ് ടൈമായിട്ട് കൊടുക്കുന്നത്. ദാറ്റ് ഈസ് L5 is equal to 7. L5 is equal to 7 ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ 3ലേക്ക് പോവുകയാണ് അല്ലേ. ഇവിടെ ഞാൻ 3ലേക്കാണ് പോകുന്നത്. 5ന്ന് 3ലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും നോക്കാം. 5ൻ്റെ ടൈം ലേറ്റസ്റ്റ് ടൈം 7 ആണ്. മൈനസ് 6, ഇവരുടെ ആക്ടിവിറ്റി ടൈം 6 ആണ്. അപ്പോൾ വാട്ട് ഈസ് L3? L3 ഈസ് 7 മൈനസ് 6 1. ദാറ്റ് ഈസ് L3 അല്ലേ. ഇനി നമ്മൾ ഇവിടുന്ന് 9ന്ന് ബാക്കോട്ട് അടിക്കുമ്പോൾ കിട്ടുന്നതാണ് 4. 4ൻ്റെ എന്താ നോക്കാം. വാട്ട് ഈസ് L4 എന്ന് നോക്കാം. 9ൻ്റെ 15 ആണ്. 15ന്ന് ആരെ മൈനസ് ചെയ്യുന്നു, അവരുടെ ആക്ടിവിറ്റി ടൈം അല്ലെങ്കിൽ ഡ്യൂറേഷൻ ആയിട്ടുള്ള 5നെ മൈനസ് ചെയ്യുന്നു. അപ്പോൾ വാട്ട് ഈസ് L4? ദാറ്റ് ഈസ് ഈക്വൽ ടു 15 മൈനസ് 5 10 ആണ് L4 കിട്ടുന്നത്. ഓക്കെ, ഇനി നമ്മൾ എവിടേക്ക് പോകുന്നു, 4ന്ന് ഇവിടെ നമുക്ക് വേറൊരു തരത്തിലും 3ലേക്ക് എത്താമായിരുന്നു. 10 മൈനസ് 1 എത്താമായിരുന്നു അല്ലേ. 10 മൈനസ്, അപ്പോൾ ഇവിടെ 1 ഇവിടെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഇവിടെ 10 മൈനസ് 1 വെക്കുമ്പോൾ 9. അതുകൊണ്ട് മിനിമം എന്ത് തന്നെയാണ്, 1 തന്നെയാണ്. അപ്പോൾ ഇവിടെ കൊടുത്തത് കറക്റ്റാണ്. ഞാനിത് വിട്ടുപോയതാണ്, ഇത് പറയും ഈ വഴി.
ഇനി നമ്മൾ 4 ബാക്കോട്ട് അടിക്കുകയാണ്. 4 ബാക്കോട്ട് അടിക്കുമ്പോൾ 4ൻ്റെത് 10 ആണ് ലേറ്റസ്റ്റ് ടൈം, ഡ്യൂറേഷൻ ഇസ് 1. അപ്പോൾ 10 - 1 ആണ് എന്ത് വരാൻ പോകുന്നത്, E2. 10 - 1 ഇസ് 9. അപ്പം L2 ഇസ് ഈക്വൽ ടു 9 എന്ന് കിട്ടി. ഓക്കെ, ഇനി 2 നമുക്ക് ബാക്കോട്ട് പോയാൽ 1ലേക്ക് എത്താം, 3 ബാക്കോട്ടേക്ക് പോയാലും 1ലേക്ക് എത്താം. അപ്പം 3 പോകുമ്പോൾ എന്താ വരുന്നത്, L3 ഇസ് 1 - 1 ഇവിടെ 0 കിട്ടും അല്ലേ, ഒരു 0 എന്ന് കിട്ടും. ആൻഡ് 2 പോകുമ്പം 9 - 4 5 കിട്ടും. അപ്പോൾ നമ്മൾ മിനിമം ആണ് എടുക്കുന്നത്. അപ്പോൾ എപ്പോഴും L1 എപ്പോഴും എത്തുമ്പോഴേക്കും അത് 0 തന്നെ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ L1 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ഫോർവേഡ് പാസ് കമ്പ്യൂട്ടേഷൻസ് വെച്ചിട്ട് ഞാൻ ബ്ലൂ കളറിലുള്ള റെക്റ്റാങ്കിളിൽ എഴുതിയതാണ് ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം ഓഫ് എൻ ഇവൻറ്റ്. ആൻഡ് റെഡ് കളറിലുള്ള ട്രയാങ്കിളിലാണ് ബാക്ക്വേർഡ് പാസ് കമ്പ്യൂട്ടേഷൻസ് നടത്തിയിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിച്ചിരിക്കുന്നത്, ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം ഓഫ് ദി ഇവൻറ്റ്. അപ്പോൾ ഈ 2 ടൈമുകളും നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ക്രിട്ടിക്കൽ പാത്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ടൈമും ഏർലിയസ്റ്റ് ടൈമും സെയിം ആയിട്ട് വരുന്ന ആളുകളെയാണ് നമ്മൾ യോജിപ്പിക്കുന്നത്. അവരെ യോജിപ്പിച്ച് കിട്ടുന്നതാണ് നമ്മളെ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ്. അപ്പോൾ ഇവിടെ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് നോക്കൂ, L1 0 E1 0, ഇവിടെ L3 1 E3 1. അപ്പോൾ ദിസ് ഇസ് എ ക്രിട്ടിക്കൽ ആക്ടിവിറ്റി. ഈ എഴുതിയിരിക്കുന്നത് ദിസ് ഇസ് എ ക്രിട്ടിക്കൽ ആക്ടിവിറ്റി. അതിന് നമ്മൾ ഡബിൾ ലൈന്, കുറച്ച് വൃത്തി കുറവാണ്, ഡബിൾ ലൈന് വെച്ചിട്ടാണ് ഞാൻ ഡിനോട്ട് ചെയ്യുന്നത്. ഇത് ഡബിൾ ലൈൻ ആയിരുന്നു കേട്ടോ. ദിസ് ഇസ് എ ഡബിൾ ലൈൻ ആക്ടിവിറ്റീനെ ഡിനോട്ട് ചെയ്യുന്നത് അല്ലേ. ഇനി അടുത്ത ആക്ടിവിറ്റി ചെയ്തപ്പോൾ 1 3 ഇസ് എ ക്രിട്ടിക്കൽ ആക്ടിവിറ്റി. ഇനിയിപ്പം L3 1 1 ആണ്. നോക്കൂ, ഇവിടെ L4 വ്യത്യാസമുണ്ട്, അതിനെ ക്രിട്ടിക്കൽ ആക്ടിവിറ്റി ആയിട്ട് എടുക്കാൻ പറ്റില്ല. L5 നോക്കുക, L5 നോക്കുക. അപ്പോൾ L5ഉം E5ഉം സെയിം ആണ്. അപ്പോൾ ദിസ് ഇസ് എ ക്രിട്ടിക്കൽ ആക്ടിവിറ്റി. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഡബിൾ ലൈൻ വരച്ചു. ദിസ് ഇസ് എ ക്രിട്ടിക്കൽ ആക്ടിവിറ്റി. ഈ 5 എന്ന് പോകുമ്പോൾ 6ലേക്ക് പോകുമ്പം നോക്കൂ, 16ഉം 11ഉം, അപ്പോൾ അത് ക്രിട്ടിക്കൽ ആക്ടിവിറ്റി അല്ല. 7ലേക്ക് പോകുമ്പോൾ 15ഉം 15ഉം അല്ലേ. അപ്പോൾ 5 എന്ന് ഇവിടേക്ക് ഞാനൊരു ഡബിൾ ലൈൻ വരച്ചു. ദിസ് ഇസ് എ ക്രിട്ടിക്കൽ ആക്ടിവിറ്റി. ഈ 7 നോക്കുക, 7 8ലേക്ക് പോകുമ്പോൾ 8 എന്താണ്, 17 17, രണ്ടും സെയിം ആയിട്ട് വന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് എ ക്രിട്ടിക്കൽ ആക്ടിവിറ്റി. 8 നീ പോകുമ്പോൾ 10 ആണ് അല്ലേ. 10ലും E10 ആൻഡ് L10 ആർ ദ സെയിം. അപ്പോൾ ഈ 2 ട്രയാങ്കിളിലും റെക്റ്റാങ്കിളിലുമുള്ള ആളുകൾ തുല്യമായി വരുന്ന ഇവൻറ്റുകളെ യോജിപ്പിച്ച് പോയാൽ കിട്ടുന്നതാണ് എൻ്റെ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ്. അപ്പോൾ ഇവിടുത്തെ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ്, ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് 1 to 3 അല്ലേ, 1 to 3. പിന്നെ 3 എങ്ങോട്ടാണ് പോയിക്കുന്നത്, 3 to 5. 5 എവിടേക്കാണ് പോയിക്കുന്നത്, 5 to 7. 7 ഡബിൾ ലൈൻ 8 ആൻഡ് 8 10. ഇങ്ങനെയാണ്, ഇതാണ് ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ്. ഇവരെ നമുക്ക് ലേറ്റ് ആക്കാൻ പറ്റില്ല. ഇവരുടെ സ്റ്റാർട്ടിങ് നമ്മൾ ഡിലേ ചെയ്താൽ ദ ഹോൾ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഹോൾ പ്രോജക്റ്റ് ഡ്യൂറേഷൻ ഡിലേ ആവും. അപ്പോൾ ഇതാണ് നമ്മളെ ക്രിട്ടിക്കൽ ആക്ടിവിറ്റി. അവരുടെ പാത്ത്, അതായത് ഡബിൾ ലൈൻ വെച്ചിട്ട് ഞാൻ മാർക്ക് ചെയ്തതാണ് എൻ്റെ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്. 1 to 3, 3 to 5, 5 to 7, 7 to 8 ആൻഡ് 8 to 10. ദാറ്റ് ഈസ് എ ക്രിട്ടിക്കൽ പാത്ത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് നമ്മളോട് ഡിറ്റർമിൻ ടോട്ടൽ ഫ്ലോട്ട് കണ്ടുപിടിക്കാനാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏർലിയസ്റ്റ് ഓരോ ആക്ടിവിറ്റികളുടെയും ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈമും ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം, ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം, ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം എന്നുള്ള കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിക്കാനുണ്ട്. അപ്പോൾ അതുകൂടി നമുക്ക് നോക്കാം അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ആക്ടിവിറ്റി എഴുതിയിട്ടുണ്ട്, 1 2, 1 3, 2 4 ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് എഴുതിയിട്ടുണ്ട്. അവരുടെ EST എന്ന് പറഞ്ഞാൽ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം. ഓരോ ആക്ടിവിറ്റിയും ഏറ്റവും നേരത്തെ തുടങ്ങാൻ പറ്റുന്ന ടൈം ഏതാണ്, ആൻഡ് അത് കിട്ടിക്കഴിഞ്ഞാൽ അതിനോട് ആ ആക്ടിവിറ്റിയുടെ ഡ്യൂറേഷൻ ആയിട്ടുള്ള 4 കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം കിട്ടും. അതുമാതിരി ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം നമുക്ക് കിട്ടുന്നത് എത്ര ലേറ്റ് ആയിട്ടാണ് ഒരു ആക്ടിവിറ്റി ഫിനിഷ് ചെയ്യാൻ പറ്റുന്നത്, ദറ്റ് ഈസ് LFT, ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം. ആൻഡ് അതിന്ന് ഡ്യൂറേഷൻ മൈനസ് ചെയ്താൽ ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈമും കിട്ടും. അപ്പോൾ ESTകളാണ് ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ആക്ടിവിറ്റി നമ്മൾ നോക്കുക. ആ ആക്ടിവിറ്റിയുടെ ടെയിൽ ഇവൻ്റാണ് സ്റ്റാർട്ടിങ്ങിൽ എഴുതിയിട്ടുണ്ടാവുക, ഇത് ഹെഡ് ഇവൻ്റാണ്. അപ്പോൾ ടെയിൽ ഇവൻ്റ് നോക്കിയിട്ടാണ് ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം ഞങ്ങൾ എഴുതുന്നത്. അപ്പോൾ നമ്മൾ ഈ 1 എന്ന് പറഞ്ഞ ഇവൻറ്റുകൾക്ക് നമ്മളിപ്പോൾ ചിത്രം വരച്ചപ്പോൾ E1 കിട്ടിയിട്ടുണ്ട്. ഇതിൽ E1കൾ നോക്കിയിട്ട് E1ൻ്റെ വാല്യൂ ആണ് നമ്മളിവിടെ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈമായിട്ട് എഴുതാൻ പോകുന്നത്. കാരണം ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് 1 എന്ന് പറഞ്ഞ ഇവൻറ്റിലാണ്.
അപ്പോൾ ഇയാളുടെ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കാം, നമുക്ക് കിട്ടിയിരിക്കുന്ന E1കൾ എന്താണെന്ന് നോക്കാം. നമുക്ക് ഓരോരുത്തരും മനസ്സിൽ ഇവിടെ എടുത്തിട്ട് എഴുതാം. നമുക്ക് കിട്ടിയ E1കളെ ഇവിടെ എടുത്തിട്ട് എഴുതാം. E1 കിട്ടിയത് 0 ആയിരുന്നു. E2 വന്നിരുന്നത് എന്തായിരുന്നു? E2 ഇസ് ഈക്വൽ ടു 4 ആണ് കിട്ടിയിരിക്കുന്നത്. E3 കിട്ടിയിരിക്കുന്നത് 1 ആണ്. E4 കിട്ടിയിരിക്കുന്നത് E4, അതായത് നമ്മൾ ആ ബ്ലൂ റെക്റ്റാങ്കിളിൽ എഴുതിയ വാല്യൂസ് ആണ് ഞാൻ ഇവിടേക്ക് എടുത്ത് എഴുതുന്നത്. E5 ഇസ് ഈക്വൽ ടു 7. E6 ഇസ് ഈക്വൽ ടു 11. E7 ഇസ് ഈക്വൽ ടു 15. E8 ഇസ് ഈക്വൽ ടു 17. E9 is equal to 10 and E10 is equal to 22. ഞാൻ എന്താ എഴുതിയിരിക്കുന്നത് ഇവിടെ വാല്യൂസ് ആയിട്ട് ഞാൻ എഴുതിയിരിക്കുന്നത് E1 E2, അതായത് ഈ റെക്റ്റാങ്കിളുകളിൽ ബ്ലൂ കളർ റെക്റ്റാങ്കിളിൽ കിട്ടിയ വാല്യൂസ് ആണ്. 0, 4, 1, 5, 7, 11, 15, 17, 10 and 22 എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഏത് ഇവൻറ്റിൽ നിന്നാണോ തുടങ്ങുന്നത്, ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം ഫോർ ആൻ ആക്ടിവിറ്റി ഞാൻ എങ്ങനെയാണ് എഴുതുന്നത്, ഏത് ഇവൻറ്റിൽ നിന്നാണോ ആ ആക്ടിവിറ്റി തുടങ്ങിയിരിക്കുന്നത് അതിൻ്റെ ടൈമാണ് നമ്മൾ അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ 1, 2 എന്ന് പറഞ്ഞ ആക്ടിവിറ്റി തുടങ്ങിയിരിക്കുന്നത് 1 പറഞ്ഞ ഇവൻ്റാണ് അല്ലേ. അപ്പോൾ ഞാൻ ഇവിടെ E1ൻ്റെ വാല്യൂ ആണ് കൊടുക്കേണ്ടത്, ദാറ്റ് ഇസ് 0. അതേമാതിരി 1 നിന്ന് തുടങ്ങിയിരിക്കുന്ന അടുത്ത ആക്ടിവിറ്റിയാണ് 1, 3. അയാളുടെ ഏർലിയസ്റ്റ് സ്റ്റാർട്ടിംഗ് ടൈം എന്തായിരിക്കും? 0 ആയിരിക്കും. അടുത്ത ഇവന്റ്, അടുത്ത ആക്ടിവിറ്റി പറഞ്ഞിരിക്കുന്നത് 2, 4 ആണ്. അതിന്റെ സ്റ്റാർട്ടിംഗ് ഇവന്റ് ഏതാണ്? 2 ആണ്. അപ്പോൾ ഞാനിവിടെ എന്താ എഴുതേണ്ടത്? E2 ആണ് എഴുതേണ്ടത്, വിച്ച് ഇസ് 4. നെക്സ്റ്റ് ഇസ് 3, 4. 3, 4ന് ഞാനിവിടെ സ്റ്റാർട്ടിംഗ് ടൈം എന്താ കൊടുക്കേണ്ടത്? 3യുടെ E3 ആണ് എഴുതേണ്ടത്, ദാറ്റ് ഇസ് 1. ദിസ് ഇസ് 3, 5. അതിന്റെ സ്റ്റാർട്ടിംഗ് ഇവന്റും 3 ആണ്. അപ്പോൾ നമുക്കറിയാം 1 ആണ് എഴുതേണ്ടത്. 4 to 9 എന്നുള്ള ആക്ടിവിറ്റി വന്നിരിക്കുന്നു. സ്റ്റാർട്ടിംഗ് ഇവന്റ് ഇസ് 4. അപ്പോൾ ഞാൻ ഇവിടെ എന്താ എഴുതേണ്ടത്? E4 ആണ് എഴുതേണ്ടത്, that is equal to 5. 5 to 6 ആണ്. 5ൻ്റെ സ്റ്റാർട്ടിംഗ് ടൈം ആണ്. 7 എന്ന് എഴുതിയിരിക്കുന്നു. again 5 to 7 5ൻ്റെ ആണ് എഴുതേണ്ടത്, 7 എന്ന് എഴുതി. 6 to 8 ആകുമ്പോൾ ഇനി നിങ്ങൾക്കറിയാം E6 ആണ് എഴുതേണ്ടത്, 11 എന്ന് എഴുതി. 7 to 8 വന്നപ്പം 7ൻ്റെത് E7, 15 എന്ന് എഴുതുന്നു. 8 to 10 വന്നപ്പോൾ 8 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അപ്പോൾ 17 എന്ന് എഴുതുന്നു. 9 to 10 വന്നപ്പോൾ 9 സ്റ്റാർട്ട് ചെയ്യുന്നു. ഏർലിയസ്റ്റ് സ്റ്റാർട്ടിംഗ് ടൈം ഇസ് 10. ഏർലിയസ്റ്റ് സ്റ്റാർട്ടിംഗ് ടൈം കിട്ടിക്കഴിഞ്ഞാൽ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒപ്പം ആക്ടിവിറ്റി ടൈമിനെ ആഡ് ചെയ്യുക. അപ്പോൾ ഏർലിയസ്റ്റ് സ്റ്റാർട്ടിംഗ് ടൈം പ്ലസ് ആക്ടിവിറ്റി ടൈമാണ്. ആക്ടിവിറ്റിയുടെ ടൈം ആഡ് ചെയ്താലാണ് എന്ത് കിട്ടുന്നത്? EFT, ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം കിട്ടുന്നത്. അപ്പോൾ 4 + 0 4, 1 + 0 1, 1 + 4 5, 1 + 1 2, 6 + 7 6 + 1 7, 5 + 5 10, 4 + 7 11, 8 + 7 15, 1 + 11 12, 2 + 15 17, 5 + 17 22, 7 + 10 17.